അപ്പം റിയലിൻ്റെ ഒന്നാമത്തെ മോഡ്യൂളാണ് ഫങ്ഷൻസ് ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യത്തെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻസും കുറച്ച് പ്രീവിയസ് ഇയർ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. തിയറംസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കി എടുക്കാം. ആദ്യം ലെറ്റ് എഫ് ബി ഡിഫൈൻഡ് ഓൺ ആൻ ഇൻ്റർവൽ ഓപ്പൺ ഇൻ്റർവൽ എ ബി. Assume that C element of AB. If f of x tends to A as x tends to C through the values greater than C, we say that A is a right hand limit of f at C. We indicate this by writing limit x tends to C plus f of x is equal to A. It is also denoted by f of C plus. Okay, അതായത് ഈ സി ഉണ്ടല്ലേ, ഈ സി ഇതിൻ്റെ എക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ എക്സിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക്, അതായത് ഈ സി ഇങ്ങനെ എക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പയ്യെ എക്സിൻ്റെ അടുത്തോട്ട് എത്തുമ്പോഴത്തേക്കും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എയിലോട്ടെത്തും. അങ്ങനെയാണെങ്കിൽ ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് വിളിക്കാം. അതേപോണക്ക് സി എക്സിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ എക്സിലോട്ട് എത്തുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എയിലോട്ടെത്തും. അതിനെയാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ എഫ് ഓഫ് സി പ്ലസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് പറയുന്നത്, എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിമിറ്റാണ്. ഓക്കെ, എഫ് ഓഫ് സി പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. നമ്മളിവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് സി പ്ലസ് റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ്. എഫ് ഓഫ് സി പ്ലസ് എന്ന് പറയുന്നത് എഫ് ഓഫ് സി ആവുകയാണെങ്കിൽ എഫ് കണ്ടിന്യൂസ് ഓൺ റൈറ്റ് സൈഡ് എന്ന് നമുക്ക് പറയാം. അതേപോണക്ക് എഫ് ഓഫ് സി മൈനസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എഫ് കണ്ടിന്യൂസ് അറ്റ് ലെഫ്റ്റ് സൈഡ് എന്നറിയാം. അതേപോണക്ക് ഈ A less than C less than B, then f is continuous at C if f of C plus is equal to f of C is equal to f of C minus. അതായത് എ ലെസ് ദാൻ എയുടെയും ബിയുടെ ഇടയ്ക്കുള്ളൊരു പോയിൻ്റാണ് സി എങ്കിൽ ദ എഫ് ഈസ് കണ്ടിന്യൂസ് ആയി. എഫ് എയുടെയും ബിയുടെ ഇടയ്ക്കുള്ളൊരു പോയിൻ്റാണ് സി എങ്കിൽ എഫ് കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷനാണ് if f of c plus if and only if f of c plus is equal to f of c is equal to f of c minus. എന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഇങ്ങനെയാണ് കണ്ടിന്യൂസ് ആവും. ഇനി ഇത് ഡിസ്കണ്ടിന്യൂസ് ആവാനായിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഐദർ എഫ് ഓഫ് സി പ്ലസ് ഓർ എഫ് ഓഫ് സി മൈനസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഒന്നെങ്കിൽ എഫ് ഓഫ് സി പ്ലസോ അല്ലെങ്കിൽ എഫ് ഓഫ് സി മൈനസോ എക്സിസ്റ്റ് ചെയ്തില്ല. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഇല്ലെങ്കിലും ഇത് കണ്ടിന്യൂസ് അല്ല. ഇനി ബോത്ത് എഫ് ഓഫ് സി പ്ലസ് ആൻഡ് എഫ് ഓഫ് സി മൈനസ് എക്സിസ്റ്റ് ബട്ട് ഹാവ് ഡിഫറെൻറ്റ് വാല്യൂ. അതായത് ഇനിയിപ്പം ചിലപ്പോഴുണ്ട് എഫ് ഓഫ് സി പ്ലസും എഫ് ഓഫ് സി മൈനസും എക്സിസ്റ്റ് ആവുന്നുണ്ട്, പക്ഷേ ഇത് രണ്ടും ഈക്വൽ അല്ല. ഇത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ല. ഇനി ബോത്ത് എഫ് ഓഫ് സി പ്ലസും എഫ് ഓഫ് സി മൈനസും എക്സിസ്റ്റ് ചെയ്യും, പക്ഷേ അത് ഫംഗ്ഷൻ്റെ ലിമിറ്റ് വാല്യൂവിനോട് ഈക്വൽ അല്ല, എഫ് ഓഫ് സിയോട് ഈക്വൽ അല്ല. ഓക്കെ, അടുത്തത് മോണോട്ടോണിക് ഫങ്ഷൻസ് ആണ്. Let f be a real valued function defined on a subset f of R. Then f is said to be increasing on S if for every pair of point x in f, x less than y implies f of x less than or equal to y. Okay, അതായത് എക്സും വൈയും എസ് എന്ന് പറയുന്ന ഒരു എഫ് എന്ന് പറയുന്ന ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ് സബ്സെറ്റ് ഓഫ് എക്സ് ഓഫ് ആർ. ആറിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ടുള്ള എസ്സിൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് എഫ്. എഫിനെ എസ്സിൽ ഇൻക്രീസിംഗ് എന്ന് പറയുന്നത് ഇത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ എസ്സിൻ്റെ അകത്ത് രണ്ട് പോയിൻ്റ് ഉണ്ട്, എക്സ് വൈയും. അപ്പം എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എഫിനെ നമുക്ക് ഇൻക്രീസിംഗ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇപ്പം എക്സ് ലെസ് ദാൻ വൈ ആണ്, എഫ് ഓഫ് എക്സ് ലെസ് ദാൻ വൈ എന്ന് പറഞ്ഞാൽ എഫിനെ സ്ട്രിക്ട്ലി ഇൻക്രീസ് എന്ന് പറയാം. ഓക്കെ, ഒന്നുകൂടെ പറയുകയാണ്. ഇപ്പോൾ എക്സിലെ എസിൻ്റെ അകത്ത് ഒരു പോയിൻ്റാണ് എക്സും വൈയും. അത് എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എഫ് ഇൻക്രീസിങ് എന്ന് പറയാം മോണോട്ടോണിക്കലി. ഇനി എക്സ് ലെസ് ദാൻ വൈ ആവുകയും എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് വൈ ആണെങ്കിൽ എഫിനെ സ്ട്രിക്ട്ലി ഇൻക്രീസ് എന്ന് പറയാം. അതേപോലെ സെയിം നമുക്ക് ഡിക്രീസിങ്ങിനും ഉണ്ട്. ഇപ്പോൾ എഫ് ഡിക്രീസിങ് ഓൺ എസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? എഫിൻ്റെ അകത്ത് രണ്ട് പോയിൻ്റ് എടുക്കുന്നു, എഫ് ലെസ് ദാൻ വൈ. എസ് ലെസ് ദാൻ വൈ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് വൈ. അങ്ങനെയാണ്.
സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ എഫ് ഡിക്രീസിങ് ഓൺ എസ് എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ അടുത്ത് 2 പോയിൻ്റ് എടുത്തു, എക്സും വൈയും. എക്സ് ലെസ് ദാൻ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ. ഓക്കെ, അതായത് എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ ആവും. അതേപോലെ എക്സ് ലെസ് ദാൻ വൈയും എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എഫ് ഈസ് സെറ്റ് ടു ബി സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഓക്കെ, മുമ്പേ ഇവിടെ പറഞ്ഞ കണക്ക് തന്നെ. എ ഫംഗ്ഷൻ ഈസ് മോണോട്ടോണിക് ഓൺ എസ് ഇഫ് ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. അതായത് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിലെ മോണോട്ടോണിക് എന്ന് പറയണമെങ്കിൽ ഒന്നെങ്കിൽ അത് ഇൻക്രീസിങ്ങോ അല്ലെങ്കിൽ അത് ഡിക്രീസിങ്ങോ ആയിരിക്കണം. രണ്ടും കൂടെ ഒന്നിച്ചാവത്തില്ല. ഓക്കെ, ഏതെങ്കിലും ഒന്ന് മതി. ഇനി ഫസ്റ്റ് തിയറത്തിലോട്ട് പോകാം. Let f be an increasing function defined on AB and let x0, x1, etc. xn be n plus 1 points in a point such that a is equal to x0 less than x1 less than x2 less than etc. less than xn minus 1 less than xn equal to b. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മൾ ഒരു ഇൻ്റർവെൽ കൺസിഡർ ചെയ്തു. എസ് കെ പ്ലസ് എന്ന് പറഞ്ഞൊരു ഇൻ്റർവെൽ കൺസിഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു പോയിൻ്റ് എടുത്തു. എസ് കെ പ്ലസ് 1 ഇടയ്ക്ക് എന്നൊരു പോയിൻ്റാണ് വൈ കെ. ഓക്കെ, അങ്ങനെ ഒരു പോയിൻ്റ് എടുത്തു. പിന്നെ അടുത്ത് വേറൊരു പോയിൻ്റ് എടുത്തു, വൈ കെ മൈനസ് 1 എന്ന് പറയുന്നത് എസ് കെ മൈനസ് 1 എസ് കെയുടെ ഇടയ്ക്ക് എടുക്കുന്ന ഒരു പോയിൻ്റായിട്ട് വൈ കെ എടുത്തു. അതായത് ഇവിടെ നോക്ക്, എയും ബിയും ആണ് നമ്മുടെ ഫങ്ഷൻ്റെ ഡൊമൈന്. അപ്പം എയും ബിക്കും അകത്ത് പോയിൻറ്റ്സ് ഉണ്ട്. എസ് കെ മൈനസ് 1, എസ് കെ പ്ലസ് 1. ഓക്കെ, എ എന്ന് പറയുന്നത് നമ്മൾ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എ എന്തുവാ? എ ഈസ് ഈക്വൽ ടു എക്സ് നോട്ട്, ബി ഈസ് ഈക്വൽ ടു എക്സ് എൻ. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് എക്സ് നോട്ടാണ്, ബി എന്ന് പറയുന്നത് എക്സ് എൻ ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന പോയിൻറ്റ്സാണ് എസ് കെ മൈനസ് 1, എസ് കെ പ്ലസ് 1. അപ്പം ഈ വൈ കെ മൈനസ് എന്ന് പറയുന്നത് എസ് കെ മൈനസ് 1 എസ് കെയുടെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു പോയിൻ്റായിട്ട് എടുത്തു. പിന്നെ വൈ കെ എന്ന് പറയുന്നത് എസ് കെയുടെയും എസ് കെ പ്ലസ് 1 ഇടയ്ക്ക് കിടക്കുന്ന ഒരു പോയിൻ്റായിട്ട് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാമല്ലോ. ഇത് കണ്ടില്ലേ, ഈ വൈ കെ മൈനസ് 1 എസ് കെയുടെ ലെഫ്റ്റ് സൈഡിലല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇത് അപ്രോച്ച് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടെ. അപ്പോൾ നമുക്ക് ഇതിനെ എന്തെന്ന് എഴുതാം? അതായത് ഇതിൻ്റെ വൈ കെ എന്ന് പറയുന്നത് എസ് കെയുടെ ലെഫ്റ്റ് സൈഡിലാണ് വൈ കെ കിടക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് എഴുതാം എഫ് ഓഫ് വൈ കെ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എസ് കെ പ്ലസ് 1 മോണോട്ടോണിക് വെച്ച്. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എസ് കെ. പിന്നെ നമുക്ക് എഴുതാമല്ലോ എഫ് ഓഫ് എസ് കെ പ്ലസ്, അതായത് വൈ കെ ഉണ്ടല്ലേ എക്സിൻ്റെ റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെയാണ് എസ് കെയിലോട്ട് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ്, എസ് കെയുടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ് എഫ് ഓഫ് വൈ കെ. അപ്പോഴത്തേക്ക് നമുക്ക് എഴുതാമല്ലോ എഫ് ഓഫ് എസ് കെ പ്ലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ കെ. ഇവിടെ ഇവിടെ എസ് കെയുടെ ലെഫ്റ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ എഫ് ഓഫ് എസ് കെ മൈനസ് എന്ന് എഴുതി. ഇവിടെ റൈറ്റിൽ നിന്ന് വന്നുകൊണ്ട് എഫ് ഓഫ് എസ് കെ പ്ലസ് എന്ന് എഴുതി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ കെ. ഇനി നമുക്ക് ഇതിൽ നിന്ന് എഴുതാമല്ലോ. ഇതിൽ നിന്ന് നമ്മൾ വേണ്ടുന്ന 2 ടേം എടുത്തു, ഇതും പിന്നെ ഇതും. ഓക്കെ, അത് എഴുതി എഫ് ഓഫ് വൈ കെ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എസ് കെ മൈനസ് 1. ഇതിൻ്റെ അകത്തുനിന്ന് എഴുതി. ഓക്കെ, ഇനി എഫ് ഓഫ് എസ് കെ പ്ലസ് 1 ഇതെടുത്തിട്ട് എഫ് ഓഫ് എസ് കെ പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ കെ എന്ന് എഴുതി. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഇക്വാലിറ്റി ഉണ്ടോ? എഫ് ഓഫ് എസ് കെ പ്ലസ് 1 മൈനസ് എഫ് ഓഫ് എസ് കെ മൈനസ് 1. നമുക്ക് ഇതിലോട്ടാണ് ഇതിനെ എത്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പം എസ് കെ പ്ലസ് 1 കിട്ടിയിട്ടുണ്ട്. ഇതാണ് എസ് കെ പ്ലസിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എസ് കെ പ്ലസിനെ കിട്ടി. നമുക്ക് പിന്നെ ഇവിടെ ഉള്ളത് മൈനസ് എഫ് ഓഫ് എസ് കെ മൈനസ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഇക്വേഷൻ അതായത് എഫ് ഓഫ് വൈ കെ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എസ് കെ മൈനസ്, ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കിട്ടി മൈനസ് എഫ് ഓഫ് എസ് കെ മൈനസ് 1. അതായത് മൈനസ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഇക്വാലിറ്റി റിവേഴ്സായി. ഓക്കെ, അപ്പം ഇവിടെ എഫ് ഓഫ് വൈ കെ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എസ് കെ മൈനസ് 1 ആണെങ്കിൽ നമ്മൾ അതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേക്കും അത് തിരിഞ്ഞു. ഇപ്പം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്.
അല്ല 1 ലെസ് ദാൻ 2 ആണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു മൈനസിനെ ഈ 1ൻ്റെ കൂടെ ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് ഇതെന്താവും, -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല -2 ലെസ് ദാൻ 1 ആവാം. കാരണം നമുക്ക് 1 ലെസ് ദാൻ 2 ആണ്. ഓക്കെ, ഞാൻ -1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പറയാൻ പറ്റുമോ -1 -2നെക്കാട്ടിലും ചെറുതാണ്? ഇല്ലല്ലോ. അപ്പോൾ ഇൻഇക്വാലിറ്റി റിവേഴ്സ് ആയതാണ് ഇവിടെ നടക്കുന്നത്. ആൻഡ് എഫ് ഓഫ് എസ് കെ പ്ലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ കെ. ഇനി നമ്മൾ ഈ ഇക്വേഷനൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എസ് കെ പ്ലസ് 1 മൈനസ് എഫ് ഓഫ് എസ് കെ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ കെ മൈനസ് എഫ് ഓഫ് വൈ കെ മൈനസ് 1. ഇനി ഞാൻ ഇതിന് സമ്മേഷൻ ഇട്ട് കൊടുത്തു, സമ്മേഷൻ കെ ഈസി. കാരണം നമുക്ക് ഇവിടെ നമുക്ക് സമ്മേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിലോട്ടാണ് നമുക്ക് ഇതിനെ മൊത്തം എത്തിക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സമ്മേഷൻ ഇട്ട് കൊടുത്തു. സമ്മേഷൻ കെ ഈസിക്കൽ ടു 1 to n മൈനസ് 1 ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫംഗ്ഷൻസിനെല്ലാം സമ്മേഷൻ വാല്യൂസ് ഇട്ട് കൊടുത്തു. ഇപ്പം കെയ്ക്ക് ആദ്യം 1 ഇട്ട് കൊടുത്തു. കെയ്ക്ക് 1 ഇട്ട് കൊടുത്തപ്പോൾ എന്ത് വന്നു? എഫ് ഓഫ് y1 മൈനസ് എഫ് ഓഫ് y0 പ്ലസ് കെയ്ക്ക് 2 ഇട്ട് കൊടുത്തപ്പോൾ എഫ് ഓഫ് y2 മൈനസ് എഫ് ഓഫ് y1 പ്ലസ് എക്സെട്ര പ്ലസ് കെയ്ക്ക് n-1 വരെയല്ലേ ഉള്ളൂ. അപ്പോൾ n-1 ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് എഫ് ഓഫ് y n-1 മൈനസ് എഫ് ഓഫ് n-2. ഇനി ഇവിടെ നമുക്ക് ഇവിടെ ഒരു എഫ് ഓഫ് y1 മൈനസ് എഫ് ഓഫ് y0, അടുത്തതിൻ്റെ അകത്ത് എഫ് ഓഫ് y2 മൈനസ് എഫ് ഓഫ് y1. അപ്പോൾ ഇവിടെ ഒരു മൈനസും ഉണ്ട്, ഇവിടെ ഒരു പ്ലസ്സും ഉണ്ട്, അങ്ങനെ കട്ടാവും. അപ്പോൾ അതേപോലെ തന്നെ അടുത്തത് നോക്ക്, എഫിന് വൈക്ക് 3 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരുമായിരുന്നു? എഫ് ഓഫ് y3 മൈനസ് എഫ് ഓഫ് y2, അവിടെ ഒരു മൈനസ് വരും. അപ്പോൾ അങ്ങനെ കുറച്ചുള്ളത് കട്ടായി പോയി കഴിയുമ്പോഴത്തേക്കും മിച്ചമുള്ള എന്തുവാ? ഒരു മൈനസ് എഫ് ഓഫ് y0. ഇവിടെ നോക്കി, ഇവിടെ അവസാനം വരുമ്പോഴത്തേക്ക് എഫ് ഓഫ് വൈ n-2 കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് എന്ത് വരും? എഫ് ഓഫ് വൈ n-2 മൈനസ് എഫ് ഓഫ് വൈ n-3. അപ്പോൾ അത് രണ്ടും ഇതിവിടെ അങ്ങനെ ഇവിടെ ഒരു മൈനസ് n-2 നമ്മുടെ ക്യാൻസലായി. അപ്പോൾ മിച്ചം എന്താണ് വന്നത്? എഫ് ഓഫ് വൈ n-1. അപ്പോൾ എഫ് ഓഫ് വൈ n-1 ഒരു എഫ് ഓഫ് വൈ നോട്ടും ആണ് മിച്ചം വന്നത്. ഓക്കെ, സിൻസ് എഫ് ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് എഫ് എന്ന് പറയുന്ന ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. എഫ് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എപ്പോഴും എന്താണ്? എഫ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ നോട്ടാണ്. കാരണം എന്താണ്? ഇത് എ ആണ്. ഇവിടെ നോക്കി, എ ആണ് ഇതിൻ്റെ മിനിമം ഉള്ളത്. ഇതിൻ്റെ അകത്തായിരിക്കും വൈ നോട്ട് എന്ന് പറഞ്ഞൊരു പോയിൻ്റ്. അതേപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് എന്തുവാണ്? ബി ആണ്. അപ്പം ഇതിൻ്റെ അകത്തായിരിക്കും വൈ n-1 എന്ന് പറഞ്ഞൊരു പോയിൻറ്റും. അപ്പം നോക്ക്, എഫ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ അല്ലേ? വൈ നോട്ടല്ലേ? വൈ നോട്ടിനെക്കാട്ടിലും ഏറ്റവും ചെറിയ പോയിൻ്റാണ് എ എന്ന് പറയുന്നത്. ഈ ലിമിറ്റിലുള്ള ഏറ്റവും ചെറിയ പോയിൻ്റാണ് എ എന്നുള്ളതും ഏറ്റവും വലിയ പോയിൻ്റാണ് ബി എന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും വൈ നോട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് എ എന്ന് പറയുന്നത് വൈനെക്കാട്ടിലും ചെറുതാകത്തില്ലേ? അപ്പോൾ ഇവിടെ എഴുതി എഫ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ നോട്ട്. പിന്നെ ഇതേ കണക്ക് തന്നെ എഫ് ഓഫ് n-1 എന്താണെങ്കിലും എഫ് ഓഫ് ബി വലുതായിരിക്കുമല്ലോ. അപ്പോൾ എഴുതി എഫ് ഓഫ് n-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യത്തിൻ്റെ അകത്തോട്ട് ഇനി ഇവിടെ നോക്ക് നമുക്കിവിടെ മൈനസ് എഫ് ഓഫ് എ ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തു എഫ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ഐ നോട്ട് കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ടത് മൈനസ് എഫ് ഓഫ് എ ആയതുകൊണ്ട് നമ്മൾ ഒരു മൈനസ് കൊണ്ട് ത്രൂ ഇതിനെ അങ്ങ് ഇൻറ്റു ചെയ്തു. അപ്പോഴത്തേക്ക് എന്തായി? മൈനസ് എഫ് ഓഫ് വൈ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എ. അപ്പോഴത്തേക്ക് നമുക്ക് മൈനസ് എഫ് ഓഫ് വൈ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എന്നും പിന്നെ എഫ് ഓഫ് n-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി എന്നും കിട്ടി. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എഫ് ഓഫ് വൈ n-1ൻ്റെയും മൈനസ് എഫ് ഓഫ് വൈ നോട്ടിൻ്റെയും വാല്യൂസ് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു. അപ്പോൾ എഫ് ഓഫ് വൈ n-1 എന്താണ്? എഫ് ഓഫ് ബി ആണ്. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് വൈ നോട്ടിൻ്റെ എന്താണ് വാല്യൂ? മൈനസ് എഫ് ഓഫ് ഐ. അപ്പോൾ അതും ഇട്ട് കൊടുക്കുക. ഹെൻസ് ദ പ്രൂഫ്. നമുക്ക് വേണ്ടുന്ന പ്രൂഫിൻ്റെ ഇൻഇക്വാലിറ്റി കിട്ടിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ.